ബാലൻഷായുടെ പ്രധാന മുദ്രാവാക്യം ഫെഡറലിസമാണ്. ആ ഫെഡറലിസത്തിൻ്റെ അർത്ഥം ജാതി വിരുദ്ധം കൂടിയാണ് എന്നാണ്. നേപ്പാൾ ഇന്ത്യയുടെ ഒരു കോപ്പി ക്യാറ്റ് സോഷ്യൽ സ്ട്രക്ചറുള്ള സ്ഥലമാണ്. അതായത് ജാതി വ്യവസ്ഥ ഇവിടത്തേക്കാൾ കൂടുതൽ ശക്തമായി നിലനിൽക്കുന്ന സ്ഥലം. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയം, ഈ നേപ്പാൾ രാജ്യത്ത് അവിടുത്തെ രാഷ്ട്രീയം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഈ നഗരവാസി എന്ന് പറഞ്ഞാൽ ഹിൽ ഏരിയയിൽപ്പെട്ട, കാഠ്മണ്ഡുവിന് ചുറ്റും മലകളാണല്ലോ, അവിടെയുള്ള ഉന്നത ജാതിക്കാരായ ബ്രാഹ്മിൻ, ക്ഷത്രിയ, ഈ രണ്ട് ജാതിക്കാർക്കിടയിൽ മാത്രമാണ് അവിടുത്തെ എല്ലാ പാർട്ടികളും കിടന്ന് ഇറങ്ങുന്നത്. അതിപ്പോൾ മാവോയിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ ആണെങ്കിലും, നേപ്പാൾ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും, ഏത് പാർട്ടിയാണെങ്കിലും മേൽജാതിക്കാർ മാത്രമാണ് അവിടെ അധികാരവർഗം എന്ന് പറയുന്നത്. അവിടുത്തെ എലീറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കാം ബാക്കിയുള്ള നേപ്പാളികൾ, ബാക്കിയുള്ള 80% വരുന്ന കീഴ്ജാതിക്കാർ, ഈ കീഴ്ജാതിക്കാരാണ് നേപ്പാൾ ജനത എന്ന് പറയുന്നത്. ഈ കീഴ്ജാതിക്കാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മാധേശികൾ. ഈ ബാലൻഷാ ഒരു മാധേശി വംശനാണ്. മാധേശി എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ വംശജരാണ്. അതായത് ഒരു എന്താണ് പറയുക, ഒരു നേപ്പാളി എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന രൂപമില്ല, ആ രൂപം പോലും അല്ല, ഒരു ഇന്ത്യക്കാരുടെ രൂപമുള്ള ആളുകളാണ് മാധേശികൾ. അവർ പ്രധാനമായും ഇന്ത്യൻ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന ആളുകളാണ്, സമതലത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഭാഷ മൈഥിലിയാണ്. മൈഥിലി എന്ന ഭാഷ ബീഹാറിലും ജാർഖണ്ഡിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ, ഹിന്ദിയോട് ഭോജ്പുരി പോലെയുള്ള ഒരു ഭാഷ. അപ്പോൾ ഇവരിൽ നിന്നൊരാൾ അധികാരത്തിലെത്തുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബാലൻഷാ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഫെഡറലിസമാണ്. ഫെഡറലിസം എന്ന് പറയാൻ കാരണം ഈ അധികാരവും സമ്പത്തും വികസനവുമെല്ലാം കാഠ്മണ്ഡുവിലെ ഈ ഹില്ലേരിയ കേന്ദ്രീകരിച്ച് മാത്രം നടക്കുകയും ഈ പറയുന്ന മാധേശികൾ ഉൾപ്പെടെ, ഇന്ത്യൻ വംശജരായ മാധേശികൾ ഉൾപ്പെടെയുള്ളവർ അവഗണിക്കപ്പെടുകയും ചെയ്യുകയാണ്. ആ അവഗണിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് ഈ ഫെഡറലിസം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒന്ന്. രണ്ട്, മാധേശികളിൽ നിന്നൊരു നേതാവ് ഈ KP ശർമ്മ ഓലിക്കെതിരെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിപ്ലവാത്മകമായൊരു വ്യാഖ്യാനം വേണ്ടി വരും. കാരണം അത് ചിന്തിക്കാൻ കഴിയില്ല. നേപ്പാളിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന്, നേപ്പാളിലെ ഏറ്റവും പിന്നോക്ക ജാതികളിൽ നിന്ന് ഒരാൾ അവിടുത്തെ ഏറ്റവും എലീറ്റായിട്ടുള്ള രാഷ്ട്രീയക്കാരനെതിരെ നേരെ മത്സരിക്കുകയാണ്. അത് ഭയങ്കര ഒരു സ്പെക്ടാക്കുലർ മത്സരം തന്നെയാണ്. അപ്പോൾ ഇവിടെ ബാലൻഷാ മുന്നോട്ട് വയ്ക്കുന്ന ഈ കേവലമായ അഴിമതി വിരുദ്ധത, ട്രാൻസ്പെറൻസി, ഗുഡ് ഗവേണൻസ്, ഇത്തരം മുദ്രാവാക്യങ്ങളല്ല. ബാലൻഷായുടെ പ്രധാന മുദ്രാവാക്യം ഫെഡറലിസമാണ്. ആ ഫെഡറലിസത്തിൻ്റെ അർത്ഥം ജാതി വിരുദ്ധം കൂടിയാണ് എന്നാണ്. അവിടെ 80% വരുന്ന കീഴ്ജാതിക്കാരായ മനുഷ്യർ, ആ മനുഷ്യരുടെ റെപ്രസെൻറ്റേഷൻ നേപ്പാൾ ഭരണത്തിൽ വേണം. അത് ഒരിക്കലും സാധ്യമായിട്ടില്ല.